ക്ഷണിച്ചതിലും അപ്പുറമായി നൽകിയ നാഥന് നാളുപോകാതെ എന്നെ താങ്ങിയ നാഥന് വീണുപോകാതെ എന്നെ നിർത്തിയ നാഥന് നാളുപോകാതെ എന്നെ താങ്ങിയ നാഥന് വീണുപോകാതെ എന്നെ നിർത്തിയ നാഥന് നന്ദിയേകിടുന്നു ഈ നല്ല നാഥന് നന്ദിയേകിടുന്നു തൻ നിത്യദയയ്ക്കായി നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന് നല്ലിടയനായി എന്നെ നിത്യം കരുതിയ നാഥന് നന്ദിയേകിടുന്നു ഈ നല്ല നാഥന് നന്ദിയേകിടുന്നു തൻ നിത്യദയയ്ക്കായി നല്ലിടയനെ പോലെ എന്നെ നടത്തിയ നാഥന് നല്ലിടയനായി എന്നെ നിത്യം കരുതിയ നാഥന്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് വായിക്കാം 1 ശമൂവേൽ 25-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക. സമാധാനത്തോടെ വീട്ടിലേക്ക് പോക. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖത്ത് ഞാൻ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദാവീദ് അബീഗയിലിനോട് പറയുന്ന വാക്കാണ്. അബീഗയിൽ ദുഷ്ടനായ നാബാലിൻ്റെ ഭാര്യയാണ്. നാബാൽ ദുഷ്ടനായിരുന്നു, ക്രൂരനായിരുന്നു, അലിവില്ലാത്തനായിരുന്നു. എന്നാൽ നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ അവൾ സൗമ്യതയുള്ളവളായിരുന്നു, അവൾ പക്വമതിയായിരുന്നു, അവൾ വിവേകമുള്ളവളായിരുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. വിവേകമുള്ളൊരു സ്ത്രീ, നല്ല പാകതയും പക്വതയുള്ളൊരു സ്ത്രീ, തക്ക സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നൊരു സ്ത്രീ. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. തക്ക സമയത്ത് പറയുന്ന വാക്ക്, തക്ക സമയത്ത് വേണ്ട പ്രവർത്തിക്കാൻ അവൾക്കറിയാം. ഔചിത്യബോധമുള്ളൊരു സ്ത്രീ. അവൾ തക്ക സമയത്ത് പ്രവർത്തിച്ചു. തക്ക സമയത്ത് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ദാവീദും ദാവീദിൻ്റെ ആളുകളും വന്ന് ആ നാബാലിനെയും നാബാലിൻ്റെ കുടുംബത്തെയും സകല പുരുഷ പ്രജയെയും കൊന്നുകളഞ്ഞേനെ. വലിയ മഹാനാശം വന്നേനെ. ദാവീദിൻ്റെ കോപം ജ്വലിച്ച് നിൽക്കുകയാണ്, കോപം ജ്വലിച്ചിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കോപം ജ്വലിച്ചു വരുന്ന ദാവീദിനെ തണുപ്പിക്കാൻ, സാന്ത്വനപ്പെടുത്താൻ ഈ നാബാലിൻ്റെ ഭാര്യയായ അബീഗയിൽ പുറപ്പെട്ടു. ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്, ദൈവം അനുഗ്രഹിക്കാൻ കണ്ടിരിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ ചില വലിയ ആകുലങ്ങളും ഭാരങ്ങളും കർത്താവ് ഏറ്റെടുക്കുന്ന ദിവസമാണ്. അബീഗയിൽ അവൾ കുറേയേറെ ഭക്ഷണസാധനങ്ങളുമായി ദാവീദിനെ എതിരേൽക്കാൻ പുറപ്പെട്ടു. കുറേയേറെ ഭക്ഷണസാധനങ്ങൾ എന്തൊക്കെയാണ് വായിച്ച്? കുറേയേറെ ഭക്ഷണസാധനങ്ങളുമായിട്ട് ഈ ദാവീദിനെ എതിരേൽക്കാൻ, ദാവീദും ദാവീദിൻ്റെ ആളുകളും അവർ എതിരേൽക്കാൻ പുറപ്പെടുകയാണ്. അബീഗയിൽ ബുദ്ധിയുള്ള സ്ത്രീയാണ് അവൾ വിവേകമുള്ള സ്ത്രീയാണ്. കോപിച്ച് വരുന്ന ദാവീദിനെ തണുപ്പിക്കാനാണ് അവൾ വരുന്നത്. കോപിച്ച് വരുന്ന ദാവീദ് ഒരു പക്ഷേ ഉപദ്രവിച്ചേക്കും. സ്വന്തം കുടുംബത്തിൽ, സ്വന്തം വീട്ടിൽ, മാത്രമല്ല നാട്ടിൽ പല അനർത്ഥങ്ങളുണ്ടാകും. അതുകൊണ്ട് ദാവീദിൻ്റെ കോപം തണുപ്പിക്കാൻ അവൾ ആഹാര സാധനങ്ങൾ ചെല്ലുകയാണ്. വായിക്കാം. ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്കമുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവിൻ. സ്തോത്രം. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ മുമ്പേ പോകൂ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അരികിലേക്ക് നാം ചെല്ലുമ്പോൾ നാം കർത്താവിന് പ്രസാദകരമായ വഴിപാട് അർപ്പിക്കാൻ ചെല്ലണം. പ്രസാദകരമായ വഴിപാട് കൊടുക്കണം.
എന്താണ് വഴിപാട്? നമ്മളുടെ ഈ സാധനങ്ങളൊന്നുമല്ല. നമ്മുടെ ഏതെങ്കിലും പച്ചക്കറി ഉണ്ടാകുമ്പോൾ അത് സാധനങ്ങളോ അതല്ലെങ്കിൽ ഈ ഉണക്കമുന്തിരിക്കൊല്ല എന്നൊക്കെ പറയും പോലുള്ളതായ സാധനങ്ങളൊന്നുമല്ല. കർത്താവിന് അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ കൊടുക്കേണ്ടത് എന്നെ തന്നെ, ശരീരവും മനസ്സും ആത്മാവും, ദേഹം ദേഹി ആത്മാവ് സമ്പൂർണ്ണമായി കാഴ്ചയണയ്ക്കാൻ തയ്യാറാകുക. സമ്പൂർണ്ണമായി. ഇത്രയും മതി. വളരെ ലളിതമാണ്. ഈ ശരീരം നീ എനിക്ക് തന്നതാണ്. രോഗം വന്നിട്ടും രോഗത്തിൻ്റെ ബാധയിൽ മരിച്ചു പോകാതെ നീ നിലനിർത്തി തന്ന ശരീരമാണ്. കർത്താവേ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ ഉരുവാകുമ്പോൾ മുതൽ എന്നെ കരുതി നീ വളർത്തിക്കൊണ്ടുവന്ന ശരീരമാണ്. കർത്താവ്, ഈ ശരീരം ഒരു കാരണവശാലും ഇത് അശുദ്ധി സ്പർശിക്കാൻ ഇടവരികയില്ല. സ്തോത്രം. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നിത്യനായ ദൈവത്തിന് സമാധാനമായിരിക്കും, നിത്യനായ ദൈവത്തിന് ആശ്വാസമായിരിക്കും. ഈ ശരീരം ഒരു കാരണവശാലും പിശാചിന് തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല, വിട്ടുകൊടുക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതെങ്കിലും ശരീരത്തിൽ കേടുവന്നവരുണ്ടോ? അശുദ്ധി സംഭവിച്ചവരുണ്ടോ? മദ്യമൊഴിച്ച വായുകൾ, അശുദ്ധി കണ്ട് രസിച്ച കണ്ണുകൾ, അശുദ്ധ വാക്കുകൾ പറഞ്ഞ നാവുകൾ, അരുതാത്ത വാക്കുകൾ കേട്ട കാതുകൾ, വേണ്ടാത്തതായ ഹീനമായ മ്ലേച്ഛമായ ചിന്തകൾ പുലർത്തിയായ തലച്ചോറ്, ബുദ്ധി, ഏറ്റവും മ്ലേച്ഛമായ മോഹങ്ങൾ കൊണ്ട് നിറഞ്ഞതായ ഹൃദയം, അത്യാഗ്രഹം കൊണ്ടും ദിവ്യാഗ്രഹം കൊണ്ടും മലിനപ്പെട്ടു പോയ ഹൃദയം, ചിലരോടുള്ള വൈരാഗ്യം കൊണ്ടും പക കൊണ്ടും വിദ്വേഷം കൊണ്ടും അങ്ങ് ഹീനമായിപ്പോയ ഹൃദയം. ചിന്തിക്കൂ, നിങ്ങൾ കാണാമല്ലോ. അഴുക്ക് പറ്റിയില്ലേ? നോക്കൂ, ഈ ജീവിതത്തിൽ തെറ്റ് പറ്റിയില്ലേ? അശുദ്ധി സംഭവിച്ചില്ലേ? എല്ലാം ഈ വിഴുപ്പ് ഭാണ്ഡവും പേറി, ഈ അഴുക്കെല്ലാം പേറി യേശുക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് വരിക, എല്ലാം ഇറക്കി വയ്ക്കുക. കർത്താവേ, നല്ലതൊന്നും തരാൻ എൻ്റെ കയ്യിലില്ലല്ലോ, നല്ലതൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ. നിനക്ക് തരാൻ നല്ലതെന്ന് കൊണ്ടുവന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു പോയ കാലങ്ങൾ. തുള്ളനും വെട്ടുക്കിളിയും വെട്ടിലും പച്ചപ്പുഴും തിന്നു കളഞ്ഞ കാലങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനി ബാക്കിയൊന്നുമില്ല. അബ്രഹാം പറഞ്ഞു, ഒരു മുറി അപ്പം കൊണ്ടുവരാം. ഒരു മുഴുവൻ അപ്പം കൊണ്ടുവരാനില്ല. വേറെ എന്തിനൊക്കെയോ വേണ്ടി അപ്പം മുറിച്ച് കൊടുത്തു കഴിഞ്ഞു. ഒരു മുറി അപ്പം കൊണ്ടുവരാം. കർത്താവിനോട് അബ്രഹാം പറഞ്ഞത് അങ്ങനെയാണ്. കർത്താവിനോട് ദൂതന്മാരും കൂടി വന്നപ്പോൾ അബ്രഹാം പറഞ്ഞു, ഒരു മുറി അപ്പം കൊണ്ടുവരാം. ബാക്കിയെല്ലാം കൊടുത്തുപോയി, ബാക്കിയെല്ലാം മുറിഞ്ഞു പോയി. ഇനി ബാക്കി ഒരു മുറി അപ്പം. സ്തോത്രം. നമ്മുടെ പലരുടെയും ജീവിതത്തിലെ ആയുസ് കുറേയൊക്കെ പോയില്ലേ? സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു മുറി അപ്പം. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു മുറി അപ്പം നിങ്ങൾ ക്രിസ്തുവിന് കൊടുക്കൂ. ഇനിയുള്ള ആയുസ് ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഇനിയുള്ള ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. അത്യുന്നതിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നഷ്ടമാകുകയില്ലെന്ന് മാത്രം ഉറപ്പ് പറയാം. സർവശക്തനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നഷ്ടമാകുകയില്ല. മോനെ, നഷ്ടമാകുകയില്ല. മോളെ, നിനക്കൊന്നും നഷ്ടമാകുകയില്ല. ഇന്ന് നിന്നെ മതിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, മനസ്സ് വേവലാതിപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ആവിയായി പോകും, എല്ലാം മാറിപ്പോകും. പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് എല്ലാം ആവിയായി പോകും. സ്തോത്രം. പരിഹാരം കാണാത്ത പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. പരിഹാരം കാണാൻ മാർഗമില്ല, പ്രതീക്ഷയില്ല, ആശ്വാസം വകയില്ല. പക്ഷേ യേശുവിനെ ഏൽപ്പിക്കൂ. ഈ ഒരു മുറി അപ്പം, അല്പം ഒരു ശിഷ്ടമായ ആയുസ്, ശേഷിക്കുന്ന ആയുസ് അല്പമേ ഉള്ളൂ, വളരെ അല്പം മാത്രം. വൈകുന്നേരമായി 5 മണി കഴിഞ്ഞു. ഇനി സന്ധ്യാകാലം എന്തൊരു നേരമുണ്ട് അല്ലേ? 5 മണിയായി, 6 മണിയായി. ഇനി ഇരുളാൻ എന്തൊരു നേരമുണ്ട്? ഈ ഉള്ള നേരം, ദൈവത്തിന് ഉള്ള നേരം, ഈ ഒരു മുറി അപ്പം അത്യുന്നതിൻ്റെ കയ്യിലേക്ക് കൊടുക്കൂ. കർത്താവേ, ഇത് മുഴുവനായി ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് വ്യവസ്ഥ പറയാനൊന്നുമില്ല, ഒരു വ്യവസ്ഥയുമില്ല. നീ എന്ത് ചെയ്യണമെന്ന് പറയാനും എനിക്ക് അർഹതയില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ സൃഷ്ടാവാണ്, എൻ്റെ നാഥനാണ്, എൻ്റെ കർത്താവാണ്. അവിടുന്ന് ഞാൻ എൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്തോത്രം. മുഴുവനായിട്ട് കൊണ്ടുവരിക, മുഴുവനായിട്ട്. അബിഗയിൽ എല്ലാം കൊണ്ടുവന്നു. അബിഗയിൽ ഓരോ വിശ്വാസിയുടെയും ഒരു പ്രതീകമാണ്. അബിഗയിൽ സഭയുടെ പ്രതീകമാണ്.
സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ നാം ഓരോരുത്തരും, തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ നാം ഓരോരുത്തരും, കർത്താവിൻ്റെ ജയമളസ്ലീബായാൽ വീണ്ടെടുക്കപ്പെട്ടതായ സഭ നാം ഓരോരുത്തരും, നാം നമ്മുടെ മണവാളനായ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് എല്ലാം കൊണ്ടുവരുന്നു, എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുന്നു. തൃപ്പാദങ്ങളെല്ലാം നാം വയ്ക്കുന്നു. സ്തോത്രം. വയ്ക്കുമ്പോൾ എന്താ പറയാനുള്ളത്? കർത്താവേ, ഞാൻ നാളുകളല്ല, മാസങ്ങളല്ല, ആണ്ടുകൾ ഞാൻ പാഴിരുളിൽ പോക്കിയവളാണ്. കർത്താവേ, നിൻ്റെ അരുമകരം എൻ്റെ മേൽ വയ്ക്കണമേ. നാളുകളും മാസങ്ങളും ആണ്ടുകളും പാഴായ ഇരുളിൽ ഞാൻ പോക്കിപ്പോയി. മോഹാലസ്യപ്പെട്ടു പോയിരുന്നു, ബോധമില്ലാതെ ജീവിച്ചിരുന്നു. പക്ഷേ ജീവത്തിന് കേട്ടു. പാപത്തിൻ്റെ പാഴിളിൽ പോക്കിയ ഏറെയേറെ കഴിഞ്ഞ കാലങ്ങൾ. എന്നാൽ ഒരു ദിവസം ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, ഒരു ജീവത്തിന് ഞാൻ കേട്ടു. എൻ്റെ കണ്ണ് തെളിഞ്ഞു. ജീവനാഥൻ്റെ സ്വരം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തെളിഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സഭയുടെ പിതാക്കന്മാർ അനുഭവിച്ചുകൊണ്ടാണ് എഴുതിയതൊക്കെ. ഈ ഗാനങ്ങളൊക്കെല്ലാം, ഈ ഗീതങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് എഴുതി. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് എഴുതുന്നവരാകണം. ഹല്ലേലൂയ. അനുഭവിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരാകണം. അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹം പകരുന്നവരാകണം. കാരണം സത്യവചനമാണ് കിട്ടുന്നത്. വേറെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല, നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ല, ഒരു ഉദ്ദേശവുമില്ല. ആരോടും പൈസ ചോദിക്കുന്നില്ല, പൈസ പിരിക്കുന്നില്ല, പൈസ വാങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്. ചിലർ പുതുതായിട്ട് വന്നൊരു കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇത് പറയുന്നത്. സഭ മാറാൻ പറയുന്നില്ല, സഭ മാറ്റുന്നില്ല, സമുദായം മാറ്റുന്നില്ല, വേറെ ഭാവി താല്പര്യങ്ങളൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ആകെ എൻ്റെ യേശുവിൻ്റെ വചനം വ്യാപിക്കണം, യേശുവിൻ്റെ വചനം പരക്കണം, യേശുവിൻ്റെ വചനം അനേകർക്ക് ലഭിക്കണം. സ്തോത്രം. അനേകർക്ക് ക്രിസ്തുവിൻ്റെ വചനം ലഭിക്കണം. സ്തോത്രം. അനേകരെ ജീവൻ പ്രാപിക്കണം. ദുരിതത്തിലായിരിക്കുന്ന അനേകം കുടുംബങ്ങളിൽ ആശ്വാസം വരണം. എല്ലാം ഏൽപ്പിക്കുന്നു, എല്ലാം അതെല്ലാം കൊണ്ടുവന്ന് കാൽക്കൽ വെച്ചു. അതാണ് വായിച്ചത് 1 ശമൂവേൽ 25-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ. പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ആ വാക്കുകൾ കാണാൻ പഠിക്കണം. ഞാൻ നിന്റെ മുഖം ആദരിച്ചിരിക്കുന്നു, നിന്റെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോക. സ്തോത്രം. ഇന്ന് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ അലതല്ലണം, ഹൃദയത്തിൽ ഇങ്ങനെ മാറ്റി കൊണ്ടുകൊണ്ടിരിക്കണം. സമാധാനത്തോടെ പോക. ദൈവത്തിന് സ്തോത്രം. നീ കൊണ്ടുവന്ന് ഞാൻ വാങ്ങിയിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. സ്തോത്രം. സമാധാനത്തോടെ പോക. പറയുകയാണ്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിൻ്റെ വാക്ക് കേട്ട് നിൻ്റെ മുഖം ആദരിച്ചിരിക്കുന്നു. സ്തോത്രം. നിൻ്റെ വാക്ക് ഞാൻ കേട്ടു, നിൻ്റെ സമർപ്പണ വാക്കുകൾ ഞാൻ കേട്ടു, ഞാൻ ശ്രദ്ധിച്ചു, നിൻ്റെ മുഖത്ത് ഞാൻ ആദരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിൽ ഇത് മുഴങ്ങിക്കൊണ്ടിരിക്കണം. സമാധാനത്തോടെ പോവുക. സ്തോത്രം. അതാണല്ലോ നമുക്ക് വേണ്ടത്, സമാധാനം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കരഞ്ഞു തളർന്നൊരു മനുഷ്യനാണ്, കരഞ്ഞു വരഞ്ഞൊരു മനുഷ്യനാണ്. അത് ഞാൻ എന്നും പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നും പറയും, അവസരം കിട്ടിയാൽ പറയും. ഒരു വയസ്സിൽ അപ്പൻ നഷ്ടപ്പെട്ട് അനാഥനായി മനസ്സ് നൊന്ത് അമ്മയുടെയും പെങ്ങളുടെയും കരച്ചിലുണ്ട്. ഞാനും കരഞ്ഞ് അങ്ങനെ അന്ന് ഇവിടെ എല്ലാം കാടും പടലുമാണ്. എൻ്റെ ഓർമ്മയിൽ ഈ ഇവിടെ ഈ റബ്ബർ വയ്ക്കുന്ന ഭാഗത്തെല്ലാം വലിയ വൻ കാടുകളാണ്. പിന്നെ വെട്ടി തെളിച്ച അവിടെയൊക്കെ കശുവണ്ടി നട്ടു, അങ്ങനെ കശുമാവുണ്ടായി. ഈ പിറകിലെ ഭാഗമെല്ലാം അത് മുഴുവനും വലിയ വനം പോലെയായിരുന്നു. രാത്രി കുറുക്കം പോകുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാം, പേടിപ്പെടുന്ന ശബ്ദം. ഞാൻ ഈ മലയുടെ ഇടയിൽ കൂടി, ഈ പറമ്പിൽ കൂടിയൊക്കെ ഞാൻ നടന്നിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് നടക്കും. എനിക്ക് ആരുമില്ലല്ലോ എന്ന്, ഞാൻ അനാഥനായി പോയല്ലോ എന്ന്, എനിക്ക് ആരുടെയും ഒരു സ്നേഹം കിട്ടുന്നില്ലല്ലോ എന്ന്, എൻ്റെ കാര്യം ആരും നോക്കുന്നില്ലല്ലോ എന്ന്. അമ്മ കരയുന്നു, പെങ്ങൾ കരയുന്നു, ഞാനും കരയുന്നു. കരച്ചിലിൻ്റെ വീട്. നിങ്ങൾക്കറിയാമോ, ഇത് ഉറങ്ങിപ്പോയി വീടായിരുന്നു. ഉറങ്ങിപ്പോയി വീട്. അമ്മ പറയാറുണ്ട് നമ്മുടെ വീട് ഉറങ്ങിപ്പോയി എന്ന്. വീട് ഉറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊക്കെ വീടുകൾ എങ്ങനെയുണ്ട്? ഉറങ്ങിപ്പോയ വീടാണോ? മരണം കാർന്നു നിന്ന വീടാണോ? ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾപ്പെട്ട് തകർന്നു പോയ വീടാണോ? സമാധാനമില്ലാത്ത വീടാണോ? കേൾക്കൂ പ്രിയപ്പെട്ടവരെ,
ആശ്വാസം തരാൻ യേശു ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ? 17-ാമത്തെ വയസ്സിൽ യേശു മന്ദം മന്ദം നടന്നു വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നു. കേൾക്കും നിങ്ങൾക്ക് തോന്നുന്നു സാറി പറയുന്നത് അല്ലേ? യേശു എൻ്റെ 17-ാമത്തെ വയസ്സിൽ പയ്യെ പയ്യെ ഒരു ധൃതഗതിയില്ലാതെ, അങ്ങനെ പറയും, ധൃതഗതിയൊന്നും കർത്താവ് കാണിച്ചില്ല. കർത്താവ് ഇങ്ങനെ നടന്നു കയറാൻ ഒരു അവസരം കാപ്പാത്തിരിക്കുകയായിരുന്നു. അത് ഞാനിപ്പോൾ ഒന്നും അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറി. ആണിപ്പാടുള്ള കരം എന്നെ തൊട്ടു, ആണിപ്പാടുള്ള പാദം എൻ്റെ ചങ്കിൽ തൊട്ടു. യേശുവോടെ ഇരിപ്പുറപ്പിച്ചു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പിന്നീട് ഞാൻ ഓർക്കുന്നു, പിന്നീട് ചിലപ്പോഴൊക്കെ കർത്താവ് ശ്വാസം മുട്ടിയിരുന്നിട്ടുണ്ട്. അവിടെ കർത്താവ് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ട്. എനിക്ക് കോപം വരുമ്പോൾ, എനിക്ക് നീരസം വരുമ്പോൾ, എനിക്ക് ചിലരോട് ഇഷ്ടക്കേട് വരുമ്പോൾ, അപ്പോഴെല്ലാം കർത്താവോടെ വീർമുട്ടിരിക്കുകയായിരുന്നു. ഈ പുകപടൽ നിറഞ്ഞ മുറിയിലേക്ക് ചെന്നാൽ അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ, ശ്വാസം മുട്ടില്ല. അതുപോലെ എൻ്റെ കരുണയുള്ള കർത്താവോടെ ശ്വാസം മുട്ടിയിരുന്നുള്ള അവസരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വാർത്ഥത കൊണ്ട്, എൻ്റെ അഹങ്കാരം കൊണ്ട്, എൻ്റെ സ്വയം മഹത്വം കൊണ്ട്, മനുഷ്യനെ മാനിക്കണമെന്നുള്ള ചിന്ത കൊണ്ട്, അങ്ങനെയെല്ലാമുള്ള അപകടകരമായ ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ കൂടി പോയപ്പോഴെല്ലാം, അശുദ്ധമായ ചിന്തകൾ കൊണ്ട്, മ്ലേച്ഛമായ വികാരങ്ങൾ കൊണ്ട് എല്ലാം എൻ്റെ ഹൃദയത്തിൽ യേശു ശ്വാസം മുട്ടിയിരുന്നിട്ടുണ്ട്. പക്ഷേ ഭാഗ്യവശാൽ ദൈവത്തിന് സ്തോത്രം, കർത്താവ് ഇറങ്ങിപ്പോയില്ല. അതാണ് എൻ്റെ ആശ്വാസം. യേശുവിനെ ഞാൻ ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്, പക്ഷേ കർത്താവ് ഇറങ്ങിപ്പോയില്ല. കർത്താവ് അവിടെ ഇരുന്നു, സഹിച്ചു, എന്നെ സഹിച്ചു, അവിടെ ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. 36-ാമത്തെ വയസ്സിലാണ് പിന്നീട് കർത്താവ് സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിയത്, പുഞ്ചിരിക്കാൻ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൻ്റെ തീജ്വാല എൻ്റെ തലമേൽ ഇറങ്ങിയപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ തീയ് എൻ്റെ ആളത്വത്തെ കത്തിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മാലാഖമാർ തിങ്ങി നിൽക്കുന്ന വലിയൊരു മഹാസദസ്സിലേക്ക് എന്നെ കൊണ്ടുവന്നപ്പോൾ, സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഞാനിതെല്ലാം ഓർക്കുകയാണ്. ഇന്ന് ഞാനിതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതെല്ലാം ഓർക്കുമ്പോഴാണ് എനിക്ക് സ്തുതി വരുന്നത്. അപ്പോഴാണ് ഞാൻ സ്തുതിക്കുന്നത്. അറിയാതെ സ്തുതിച്ചു പോകും. എന്നെ സ്നേഹിച്ച സ്നേഹം, എന്നെ വീണ്ടെടുത്ത സ്നേഹം, എൻ്റെ അകൃത്യം നോക്കാതെ എന്നെ കണ്ണിലെ കൃഷ്ണൊഴി പോലെ കരുതിയ സ്നേഹം, സ്തോത്രം. ആ ജീവനുള്ള ക്രിസ്തു ഭാഗ്യവശാൽ എന്ന് പറയട്ടെ, കൃപയാൽ, എൻ്റെ യോഗ്യത കൊണ്ടല്ല, കൃപയാൽ ഈ ചെറിയ മനുഷ്യൻ്റെ ചെറിയ ഹൃദയത്തിൽ ഇരിപ്പുറപ്പിച്ചു. സ്തോത്രം. എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല കേട്ടോ, ഒന്നിലും എനിക്ക് അഭിമാനിക്കാനില്ല. ആകെ അഭിമാനം വരുന്നേ ഉള്ളൂ. എൻ്റെ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു, യേശു എന്നോട് പ്രിയമാണ്, യേശുവിനോട് പ്രിയമാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേൾക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ വിഷാദം മാറും. യേശുവിന് എന്നോട് പ്രിയമാണെന്ന് ഓർത്താൽ മതി. യേശു എന്നെ അറിയുന്നു, യേശു എന്നെ സ്നേഹിക്കുന്നു, യേശുവിന് എന്നോട് പ്രിയമാണ്, ഓർത്താൽ മതി. നിങ്ങളുടെ ഭാരങ്ങൾ മാറിപ്പോകും, സങ്കടങ്ങൾ മാറിപ്പോകും, ആശ്വാസം തിരത്തല്ലി ഉയർന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് നിറയും. സ്തോത്രം. യേശുവിനെ പ്രിയമാണ്. സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കൊടുത്തത് ദാവീദ് വാങ്ങി. ദാവീദ് ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്, ക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. അബീഗയിൽ സഭയുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ നാം ഓരോരുത്തരുടെയും പ്രതീകമാണ്. അബീഗയിൽ കൊടുത്തത് ദാവീദ് സന്തോഷത്തോടെ വാങ്ങി. വായിക്കാം 36-ാം വാക്യം മുതൽ. അബീഗയിൽ നാബാലിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിൻ്റെ ഹൃദയം ആനന്ദത്തിലായി, അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. ഭർത്താവ് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ഇവരൊന്നും പറഞ്ഞില്ല, ദാവീദിനെ കണ്ടതും കൊണ്ടുപോയതും ഇതൊന്നും പറഞ്ഞില്ല, അവൾ പറഞ്ഞില്ല. പിന്നെ എന്നാൽ രാവിലെ നാബാലിൻ്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവൻ്റെ ഭാര്യ അവനോട് വിവരമറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജീവമായി, അവൻ കല്ലിച്ചുപോയി. ദാവീദ് തന്നതായ അനുഗ്രഹവും ദാവീദ് നൽകിയതായ സമാധാനവും വാങ്ങിക്കൊണ്ട് സമാധാനമില്ലാത്ത വീട്ടിലേക്ക് ചെന്നു. സമാധാനം വാങ്ങിക്കൊണ്ട് ചെന്നു, സമാധാനമില്ലാത്ത വീട്ടിലേക്ക് ചെന്നു. അവിടെ വീഞ്ഞിൻ്റെ ലഹരിയിലാണ്, മദ്യത്തിൻ്റെ ലഹരിയിലാണ്. അവിടെ ഭർത്താവ് ഇങ്ങനെ ലഹരി പിടിച്ച് സുബോധമില്ലാത്തവർ പെരുമാറുകയാണ്. ഒന്നും മിണ്ടിയില്ല. അപ്പോൾ മിണ്ടാൻ പറ്റുകയില്ല. അവൾ നേരം വെളുക്കും വരെ കാത്തു. നേരം വെളുത്തപ്പോൾ പറഞ്ഞു, കേട്ടോ, വലിയൊരു നാശം വരാൻ പോവുകയായിരുന്നു
എല്ലാവരെയും കൊന്നൊടുക്കിയേനെ. അങ്ങ് ചെയ്തത് വലിയ അബദ്ധമായിപ്പോയി. അവരെ ദേഷ്യപ്പെടുത്തി പറഞ്ഞു വിട്ട് ദോഷമായിപ്പോയി. പക്ഷേ ഞാൻ തക്ക സമയത്ത് ഞാൻ അങ്ങനെ അനുവാദം ചോദിക്കാതെ തന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ചെന്നു. ഞാനത് കൊണ്ടുപോയി ഇല്ലായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാരത്തിലായേനെ. ഭാഗ്യം ഞാനത് കൊണ്ടുചെന്നു. അത് ഞാൻ കൊടുത്ത് കാൽക്കൽ കാഴ്ച അണച്ചു. എന്നോട് പറഞ്ഞു സമാധാനത്തെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. നാബാൽ ഇതെല്ലാം കേട്ടപ്പോഴേക്കും ഹൃദയം സ്തംഭിച്ചു പോയി. അപ്പോൾ തന്നെ ഹൃദയം കല്ലിച്ചു പോയി. എല്ലാം കേട്ട് ഹൃദയം സ്തംഭിച്ചു പോയി. നാബാൽ മരിച്ചു. ഈ ദുഷ്ടനായ നാബാൽ മരിച്ചു. അനുഗ്രഹം സമൃദ്ധിയായി വന്നപ്പോൾ അനുഗ്രഹം ഉൾക്കൊള്ളാൻ അവന് കഴിയാതെ പോയി. അവൻ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ, അനുഗ്രഹം സമൃദ്ധിയായി നമുക്ക് കിട്ടുമ്പോൾ, ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകരാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അതിനുള്ളതായി ഒരുക്കമില്ലാത്തവർ സ്തംഭിച്ചു പോകും. അവർക്ക് കൂടുതൽ ദോഷം സംഭവിക്കും. ഓർക്കുക, നിങ്ങളൊരാൾ നിങ്ങളുടെ കുടുംബത്തിൽ വരാൻ പോകുന്ന ഈ ആപത്ത് നിങ്ങളുടെ മേൽ വരരുതെന്ന് കണ്ട് നിങ്ങൾ കർത്താവിനായിട്ട് ജീവിതം വേർതിരിച്ച് കഴിയുമ്പോൾ ചിലതെല്ലാം ചിലപ്പോൾ വീട്ടിൽ സംഭവിച്ചു എന്ന് വരും. വിശ്വാസത്തിൻ്റെ വലിയ പോരാടി നിങ്ങൾ മുന്നേറാൻ തുടങ്ങുമ്പോൾ ചില അനർത്ഥങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചു എന്ന് വരും. ചില യാതനകൾ ജീവിതത്തിൽ വന്നു വരും. ഭയപ്പെടരുത്. എല്ലാം സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ അറിയാത്തവർ, ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്തവർ, ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ അവരെ സ്തംഭിച്ചു പോകും. ക്രിസ്തുവിൻ്റെ വചനം എന്താണെന്ന് അറിയാത്തവരെ സ്തംഭിച്ചു പോകും. ദൈവത്തിന് സ്തോത്രം. സങ്കടമാണ്, ഭർത്താവാണ്, പക്ഷേ അദ്ദേഹം മരിച്ചുപോയി. സങ്കടമുണ്ട്. പക്ഷേ എങ്കിലും അബീഗയിൽ ക്രിസ്തുവിൽ ധൈര്യപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാബാൽ മരിച്ചുപോയി. അബീഗയിൽ സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു. ഭർത്താവ് മരിച്ചതിലല്ല, സമാധാനം തന്നല്ലോ എന്നോർത്ത്. സമാധാനം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവോട് പറയണം, കർത്താവേ എനിക്ക് നീ സമാധാനം തന്ന് അയക്കണമേ. ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കർത്താവേ തിന്മയുടെ ഒരു കൂമ്പാരം മാത്രം, പാപത്തിൻ്റെ വലിയ ഭാണ്ഡക്കെട്ട് മാത്രം. തിരുമുമ്പാകം നല്ലതൊന്നും അർപ്പിക്കാൻ എൻ്റെ കയ്യിൽ ഇല്ല കർത്താവേ. ഇതാ ഞാൻ എന്നെ തന്നെ തിരുമുമ്പാകെ വയ്ക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു ജീവിതം, തകർത്ത് കളഞ്ഞൊരു ജീവിതം, അശുദ്ധി പറ്റിയ ഒരു ശരീരം, അഴുക്ക് പറ്റിയൊരു ജീവിതം, മ്ലേച്ഛമായ ചിന്തകൾ കൊണ്ട് നിറഞ്ഞൊരു ശരീരം, എൻ്റെ കർത്താവേ എല്ലാ തിന്മകളും നിറഞ്ഞതായൊരു ശരീരം, എൻ്റെ ദൈവമേ അശുദ്ധി സംഭവിച്ചതായൊരു മനസ്സ്, അതിതാ ഞാനിതാ കൊണ്ടുവരികയാണ്. കർത്താവേ ഒന്നേ എനിക്ക് വേണ്ടൂ, എൻ്റെ പാപത്തിൻ്റെ കറകളെല്ലാം കഴുകി നാഥാ നീ എന്നെ ഇന്ന് സമാധാനത്തിലാക്കണമേ. എൻ്റെ മേലുള്ള പാപത്തിൻ്റെ ബന്ധനങ്ങളെല്ലാം കഴിച്ച് എനിക്ക് നീ സമാധാനം തരണമേ. യേശുവേ എൻ്റെ മേലുള്ളതായ എല്ലാ പൈശാചിക ബാധകളും മാറ്റി എനിക്ക് സമാധാനം തരണമേ. എൻ്റെ മേലുള്ളതായ ദുരാത്മ വ്യാപാരങ്ങളെല്ലാം മാറ്റി എനിക്ക് സമാധാനം തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ നിങ്ങൾ? എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ സമാധാനം അണമുറിയാതെ ഒഴുകും. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളെ പൊതിയും. ആ കൃപയിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. അത്യത്ഭുതമായ കൃപ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദൈവത്തെ വാഴ്ത്തിപ്പാടാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ സ്നേഹിച്ച നിത്യസ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥാ ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും ഒരു കരുണയുള്ള കർത്താവിൻ്റെ കരം സ്പർശിക്കണമേ. എല്ലാവരുടെ മേലും തൃക്കരം വെച്ച് അനുഗ്രഹിക്കണമേ. നാഥ സമാധാനവും സന്തോഷവും സമൃദ്ധിയുമുള്ള ജീവിതത്തിലേക്ക് ഓരോരുത്തരും നയിക്കണമേ. കുടുംബ സമാധാനം നൽകണമേ. പാവങ്ങൾ പരിഹരിക്കണമേ. രോഗങ്ങൾ മാറ്റണമേ. ബന്ധനങ്ങൾ അഴിക്കണമേ. ശാപദോഷങ്ങൾ നീക്കണമേ. അനുഗ്രഹം പകരണമേ. അവിടുത്തെ രണ്ടാമത്തോടിനു വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരോട് കേൾക്കണമേ. ആമീൻ.